ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ സമുദ്ര അടിസ്ഥാന സൌകര്യ വികസനത്തിലുണ്ടായ സുപ്രധാന പുരോഗതിയാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് പ്രധാനമന്ത്രി. വിഴിഞ്ഞം തുറമുഖത്തിലൂടെ മൂന്നാം സഹസ്രാബ്ദത്തിലെ വികസന സാധ്യതകളിലേക്കുള്ള കവാടം തുറന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘനം തുടർന്ന് പാകിസ്ഥാൻ. ലോക ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടി വേവ്സിന്റെ ഭാഗമായുള്ള പ്രഥമ ആഗോള മാധ്യമ സംവാദത്തിന് തുടക്കമായി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ സമുദ്ര അടിസ്ഥാന സൌകര്യ വികസനത്തിലുണ്ടായ സുപ്രധാന പുരോഗതിയാണ് കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര ആഴക്കടൽ വിവിധോദ്ദേശ്യ തുറമുഖമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ തീരദേശ സംസ്ഥാനങ്ങളും തുറമുഖ നഗരങ്ങളും വികസിത ഭാരതത്തിന്റെ വളർച്ചയുടെ പ്രധാന കേന്ദ്രങ്ങളായി മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. 75% ट्रांसशिपमेंट भारत के बाहर के पोर्ट पर होता था. इससे देश को बहुत बड़ा रेवेन्यू लॉस होता आया. जो पैसा बाहर जाता था वो केरला और विलिंगम के लोगों के लिए नई इकोनॉमिक अपॉर्चुनिटी लेकर आएगा. भारत सरकार देश की आर्थिक ताकत के चैनल को और मजबूत करने के संकल्प के साथ काम कर रहा है. हमारी पोर्ट सिटीज विकसित भारत की ग्रोथ का अहम सेंटर बनेंगे. നവയുഗ വികസനത്തിന്റെ മികച്ച മാതൃകയാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിലൂടെ സാമ്പത്തിക സുസ്ഥിരത കെട്ടിപ്പടുക്കാനാകുമെന്നും അതിലൂടെ രാജ്യത്തിനും കേരളത്തിനും വലിയ സാമ്പത്തിക നേട്ടം കൈവരുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തെ നിലവിലെ ട്രാൻസ്ഷിപ്മെന്റ് ഭാവിയിൽ 3 ഇരട്ടിയായി വർദ്ധിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ മുഖ്യ പരിഗണനയാണ് നൽകുന്നതെന്നും കേരളത്തിൽ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകിയതായും ശ്രീ മോദി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മന്ത്രിമാർ, MPമാർ, MLAമാർ തുടങ്ങിയവർ പങ്കെടുത്തു. 8,900 കോടി രൂപ ചെലവിലാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പാക്കിയത്. ഉദ്ഘാടനത്തിന് മുൻപ് തുറമുഖം നടന്നുകണ്ട പ്രധാനമന്ത്രി തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മൂന്നാം സഹസ്രാബ്ദത്തിലെ വികസനത്തിന്റെ സാധ്യതകളിലേക്കുള്ള കവാടമാണ് വിഴിഞ്ഞം തുറമുഖത്തിലൂടെ തുറന്നിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ദീർഘകാല സ്വപ്നം യാഥാർത്ഥ്യമായ നിമിഷമാണിതെന്നും ജനങ്ങളുടെ ഐക്യമാണ് ഇത്തരം പദ്ധതികളുടെ വിജയത്തിന് പിന്നിലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ അഭിമാനമായ വിഴിഞ്ഞം രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ്. 5000-ലധികം തൊഴിലവസരങ്ങളാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ലഭ്യമാകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടായി മാറുകയാണ്. ലോകത്തെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന പോർട്ടുകളിൽ ഒന്നായി ഇന്ത്യയുടെ ഈ പോർട്ട് മാറുകയാണ്. കേവലം ഒരു തുറമുഖ കവാടം തുറക്കലല്ല, മൂന്നാം മിലിനിയത്തിലെ വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിന്റെ മഹാകവാടം തുറക്കലാണ്. ഇന്ത്യയെ സാർവദേശീയ മാരിടൈം വ്യാപാര ലോജിസ്റ്റിക്സ് ഭൂപട ശൃംഖലയിൽ കണ്ണിചേർക്കുന്ന മഹാസംരംഭം. രാജ്യത്തെ കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തിൽ സുപ്രധാന പദ്ധതിയാണ് വിഴിഞ്ഞം. രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെ മാത്രമാണ് വിഴിഞ്ഞം. തുറമുഖത്തിന്റെ പ്രകൃതിദത്തമായ സ്വാഭാവിക ആഴമാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഡ്രഡ്ജിംഗ് നടത്താതെ തന്നെ വലിയ മദർഷിപ്പുകൾക്ക് എപ്പോൾ വേണമെങ്കിലും വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യാം. 2024 ഡിസംബറിലാണ് വിഴിഞ്ഞത്ത് ട്രയൽ റൺ ആരംഭിച്ചത്. ചരക്ക് നീക്കത്തിനായി റെയിൽ, റോഡ് ഗതാഗതം കൂടുതൽ സുഗമമാകുന്നതോടെ വിഴിഞ്ഞം തുറമുഖം കൂടുതൽ വികസന സാധ്യതകൾ തുറന്നിടും. 2 ദിവസത്തെ കേരള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങി. സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ ഉച്ചയ്ക്ക് 2 മണിവരെ ഗതാഗത നിയന്ത്രണമുണ്ട്. ഇന്നലെ രാത്രി തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മേയർ ആര്യ രാജേന്ദ്രൻ, ശശി തരൂർ MP, കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. രാജ്ഭവനിൽ തങ്ങിയ പ്രധാനമന്ത്രി രാവിലെ പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് വിഴിഞ്ഞത്തെത്തിയത്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ 58,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. 6 ദേശീയപാതകൾക്കും ഒരു റെയിൽവേ പദ്ധതിക്കും തറക്കല്ലിടുന്ന അദ്ദേഹം 7 ദേശീയപാതകൾ ഉദ്ഘാടനം ചെയ്യും. നിയമസഭ, ഹൈക്കോടതി, പാർപ്പിട സമുച്ചയങ്ങൾ ഉൾപ്പെടെ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്കും തുടക്കം കുറിക്കും. ആന്ധ്രയിലെ നാഗയലങ്കയിൽ മിസൈൽ പരീക്ഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് ശക്തമായ പിന്തുണ അറിയിച്ച് അമേരിക്ക. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ഇന്നലെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി സംസാരിച്ചു. ഇന്ത്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്തുണയ്ക്കുന്നതായും ഹെഗ്സെത്ത് പറഞ്ഞു. ജമ്മുകശ്മീരിൽ നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ 8ാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ. ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചതായി പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, നൌഷേര, അഖ്നൂർ മേഖലകളിലാണ് പാക് പ്രകോപനമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 3 ദിവസത്തെ സന്ദർശനത്തിനായി അംഗോളയുടെ പ്രസിഡന്റ് ജോവോ മാനുവൽ ഗോൺകാൽവ്സ് ലോറൻകോ ഇന്ത്യയിലെത്തി. ന്യൂഡൽഹി വിമാനത്താവളത്തിൽ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് അദ്ദേഹത്തെ സ്വീകരിച്ചു. നാളെ രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ലോറൻകോയ്ക്ക് ആചാരപരമായ സ്വീകരണം നൽകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി അദ്ദേഹം പ്രതിനിധിതല ചർച്ചകൾ നടത്തും. 38 വർഷത്തിന് ശേഷമാണ് അംഗോളയിൽ നിന്ന് ഒരു പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്നത്. മുംബൈയിൽ നടക്കുന്ന ലോക ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടി വേവ്സിന്റെ ഭാഗമായുള്ള പ്രഥമ ആഗോള മാധ്യമ സംവാദത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രിമാരായ S ജയശങ്കർ, അശ്വനി വൈഷ്ണവ്, L മുരുകൻ തുടങ്ങിയവരും ആഗോള മാധ്യമ സംവാദത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക്. ആഗോള മാധ്യമ വിനോദ മേഖലയിലെ ഇന്ത്യയുടെ ഇടപെടലുകളിൽ സുപ്രധാന നാഴികക്കല്ലാണ് വേവ്സ് ഉച്ചകോടി. 60-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ആഗോള മാധ്യമ സംവാദത്തിൽ പങ്കെടുക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയവും വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ആഗോള മാധ്യമ രംഗത്തെ മികച്ച സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. 4 ദിവസത്തെ വേവ്സ് ഉച്ചകോടി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. അഹമ്മദാബാദിൽ രാത്രി 7:30 മത്സരം. മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം S ശ്രീശാന്തിനെ 3 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തീരുമാനം. സഞ്ജു സാംസണെ ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളിൽ ശ്രീശാന്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ നടത്തിയ പ്രസ്താവനയുടെ പശ്ചാത്തലത്തിലാണ് നടപടി. ഡൽഹിയിൽ ശക്തമായ മഴ. പലയിടങ്ങളിലും വെള്ളപ്പൊക്കം ജനജീവിതത്തെ ബാധിച്ചു. മരങ്ങൾ കടപുഴകി വീഴുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ദ്വാരകയിലെ ഖർക്കരി കനാൽ ഗ്രാമത്തിൽ മരം കടപുഴകി വീണ് ഒരു സ്ത്രീയും 3 കുട്ടികളും മരിച്ചു. മോശം കാലാവസ്ഥ ഡൽഹി വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളെയും ബാധിച്ചിട്ടുണ്ട്. വിമാന സമയം സംബന്ധിച്ച വിവരങ്ങൾക്ക് യാത്രക്കാർ അതാത് കമ്പനികളുമായി ബന്ധപ്പെടണമെന്ന് ഡൽഹി വിമാനത്താവള അതോറിറ്റി നിർദ്ദേശിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 107 പോയിന്റ് നേട്ടത്തിൽ 80,354-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 32 പോയിന്റ് നഷ്ടത്തിൽ 24,302-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 160 രൂപ താഴ്ന്ന് 70,040 രൂപയും ഗ്രാമിന് 8,755 രൂപയുമാണ് ഇന്നത്തെ വില. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ് ജില്ലയിലുള്ള കേദാർനാഥ് ധാമിന്റെ കവാടങ്ങൾ ഇന്ന് രാവിലെ തുറന്നു. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഇന്ന് ക്ഷേത്രത്തിലെത്തിയത്. സുഗമവും സുരക്ഷിതവുമായ തീർത്ഥാടനം ഉറപ്പാക്കാൻ സമഗ്രമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബദ്രിനാഥ് ധാമിന്റെ കവാടങ്ങൾ മറ്റന്നാൾ തുറക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ സമുദ്ര അടിസ്ഥാന സൌകര്യ വികസനത്തിലുണ്ടായ സുപ്രധാന പുരോഗതിയാണ് വിഴിഞ്ഞം തുറമുഖമെന്ന് പ്രധാനമന്ത്രി. വിഴിഞ്ഞം തുറമുഖത്തിലൂടെ 3ാം സഹസ്രാബ്ദത്തിലെ വികസന സാധ്യതകളിലേക്കുള്ള കവാടം തുറന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജമ്മുകശ്മീരിലെ നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ കരാർ ലംഘനം തുടർന്ന് പാകിസ്ഥാൻ. ലോക ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടി വേവ്സിന്റെ ഭാഗമായുള്ള പ്രഥമ ആഗോള മാധ്യമ സംവാദത്തിന് തുടക്കമായി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.